പ്രകൃതിദത്തമായ രീതിയിൽ ചർമ്മത്തിന് തിളക്കം വെക്കാൻ സഹായിക്കുന്ന പല കാര്യങ്ങളെയും ഇട്ടിട്ടാണ് നമ്മൾ വിപണിയിൽ കിട്ടുന്ന ക്രീമുകളുടെ പുറകിന് പോയിട്ട് ചർമ്മം വെളുപ്പിക്കാനായിട്ട് നോക്കുന്നത്. പ്രകൃതിദത്തമായ രീതിയിൽ നമ്മൾ ചർമ്മം വെളുപ്പിക്കാനായിട്ട് നോക്കുകയാണെങ്കിൽ എത്ര സൂര്യപ്രകാശത്ത് പോയാലും ചർമ്മം നശിക്കുക പോലും ചെയ്യില്ല. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്, ഇപ്പോൾ ഓറഞ്ചിന്റെ സീസൺ അല്ലേ, ഓറഞ്ചിന്റെ തൊലി കൊണ്ടുള്ള ഒരു അടിപൊളി പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. സംഭവം എന്താണെന്നൊക്കെ ഉള്ളത് പറയാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ വീഡിയോ കാണുന്നത്? വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും നിങ്ങളുടെ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്, ഇപ്പോൾ ഓറഞ്ചിന്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഓറഞ്ച് എല്ലാം കഴിച്ചിട്ട് അതിന്റെ തൊലി എന്തെടുക്കും, വേസ്റ്റ് ബക്കറ്റിൽ കൊണ്ട് കളയും. അങ്ങനെ കളയല്ലേ, അത് ഉണക്കി പൊടിച്ചിട്ട് പാക്കുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ പൊടി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഓറഞ്ചിന്റെ തൊലി മാത്രമായിട്ട് പൊടിച്ചിട്ട് അതിന്റെ പൊടിയായിട്ട് മാത്രം തൈരിലോ നമുക്ക് തേനിലോ ചാലിച്ച് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓറഞ്ചിന്റെ അതായത് ഓറഞ്ച് അല്ലിയെ പോലെ തന്നെ ഓറഞ്ചിന്റെ തൊലിക്കും സെയിം ഗുണമാണ് കിട്ടുന്നത്. നമുക്ക് സ്കിന്നിനകത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും തുടച്ചു മാറ്റാനും റിങ്കിൾസ് ഇല്ലാതാക്കാനും ടാന് പിഗ്മെന്റേഷൻ ഒക്കെ ഇല്ലാതാക്കി സ്കിൻ നല്ല ക്ലീൻ ആക്കാൻ സഹായിക്കുന്നതാണ് ഓറഞ്ച് തൊലിയിൽ നിന്ന്. ഓറഞ്ച് തൊലിയുടെ കൂടെ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി ചേർത്തിട്ട് ചെയ്യുകയാണെങ്കിൽ സ്കിൻ വെട്ടിത്തിളങ്ങുന്നതാണ്. സമയം കളയാതെ തന്നെ നമുക്ക് ഓറഞ്ച് തൊലി കൊണ്ടുള്ള ആ ഒരു പാക്ക് തയ്യാറാക്കാം. അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം. അതിലേക്ക് പോകാം. ഇത്രയും ഓറഞ്ചിന്റെ തൊലി എന്തിനാ എടുത്ത് വെച്ചേക്കുന്നതെന്നുള്ളത് ഞാൻ പറയാം. അതായത് നമുക്കിപ്പം ഓറഞ്ചിന്റെ ഒരു സീസണാണ്. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന തൊലി എന്ന് പറയുന്നത് മോസമ്പി, അറിയോ? മോസമ്പി അതിൻ്റെ തൊലിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഓറഞ്ചിൻ്റെ തൊലി വേണമെങ്കിലും എടുക്കാം. ഇത് വെയിലത്ത് വെച്ച് ഉണക്കി നിങ്ങൾ പൊടിച്ച് ഒരു ടിന്നകത്തിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പാക്കുകൾ ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിക്കാം. ഇപ്പം ഞാൻ അതിനുവേണ്ടി എടുത്തു വെച്ചിരുന്നതാണ്. അതിൽ നിന്ന് ഒരു 3-4 എണ്ണം എടുത്തിട്ട് നല്ല പോലെ ഒരു കപ്പ് വെള്ളത്തിനകത്ത് വേവിച്ചിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം കുറച്ച് വെള്ളമുണ്ട് ആ തൊലിക്കകത്ത് തന്നെ, അത് വെച്ചിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. കണ്ടോ, ഇത്രയും വെള്ളമുണ്ട്. ഇത്രയും വെള്ളം മതി. ഇനി വെള്ളം വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ അതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ റൈസ് പൗഡർ, 1 ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടി എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിനകത്തേക്ക് ഇനി കുറച്ച് വെള്ളം വേണ്ടി വന്നപ്പോൾ ഞാൻ ഇച്ചിരി റോസ് വാട്ടറും കൂടി ചേർത്ത് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ കാണുന്ന അരപ്പുണ്ട്, ഈ ഒരു പരുവത്തിലായിട്ടാണ് നമുക്ക് വേണ്ടത്. ഇത് ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് നിങ്ങൾക്ക് സൂക്ഷിക്കാം. ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് എടുത്തിട്ട് ഡെയിലി സ്കിന്നിനകത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് വളരെയധികം റിസൾട്ടാണ് നിങ്ങളുടെ സ്കിന്നിന് കിട്ടുന്നത്. ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ മാറ്റം കാണാവുന്നതാണ്. അങ്ങനെ ഞാൻ നമ്മുടെ ആ ഒരു ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അലവേറ ജെല്ലും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അലവേറ ജെല്ല് നമ്മുടെ സ്കിന്നിനകത്തുണ്ടാകുന്ന ഡെഡ് കോശങ്ങളൊക്കെ ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം 2-3 തുള്ളി റോസ് വാട്ടറും കൂടി ചേർത്ത് നല്ല പോലെ അങ്ങ് മിക്സ് ആക്കേണ്ടതാണ്. മിക്സ് ആക്കി എടുക്കുകയാണ്. ഈ കാണുന്ന പരുവത്തിലായിട്ട് കിട്ടും. ഇനി ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്തും കൈകളിലും ഒക്കെ ഇടാവുന്നതാണ്. കരിവാളിപ്പും കരിമങ്ങലവും നിങ്ങളുടെ സ്കിന്നിനകത്തുണ്ടാകുന്ന റിങ്കിൾസും നമ്മുടെ പിമ്പിൾസിൻ്റെ പാടുകളും ഒക്കെ മാറ്റാൻ ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും. ഇവിടെ ഞാൻ എൻ്റെ കൈകളിലേക്കാണ് നിങ്ങളെ ഇട്ട് റിസൾട്ട് കാണിക്കുന്നത്. കൈകളിലേക്ക് തേച്ച് ഞാൻ പിടിപ്പിക്കുകയാണ്. അങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഉണങ്ങാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടത് ഒരു 3 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടതാണ്. ഇതങ്ങ് ഉണങ്ങി പൊഴിഞ്ഞു പോകത്തില്ല. നമുക്ക് തുടച്ച് മാറ്റുന്ന ഒരു പരുവത്തിലായിട്ട് തന്നെ ഫേസിൽ ഇരിക്കുന്നതാണ്. അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉണങ്ങാൻ വേണ്ടി ഒരു 3 മിനിറ്റോളം വെയിറ്റ് ചെയ്യാം. 3 മിനിറ്റിന് ശേഷമുള്ള റിസൾട്ടൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. അങ്ങനെ 3 മിനിറ്റ് ആയിട്ടുണ്ട്. തുടച്ചപ്പോൾ ഉള്ള സ്കിന്നിൻ്റെ ആ ഒരു ഷെയ്ഡ് കൂടിയതൊക്കെ നിങ്ങൾ കണ്ടോ? നല്ല പോലെ സ്കിന്നിനെ തിളക്കം വെപ്പിക്കാൻ നമ്മുടെ ഈ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും. നിങ്ങൾ മറ്റേ കൈയും ഈ ഒരു കൈയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഉറപ്പായും എൻ്റെ കൂട്ടുകാരെ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കണേ, നിങ്ങൾക്ക് നല്ല മാറ്റം കിട്ടുന്നതാണ്. കണ്ടോ, ഓറഞ്ച് തൊലി കൊണ്ടുള്ള പാക്ക് തയ്യാറാക്കിയതൊക്കെ കണ്ടോ? സംഭവം കിടുവല്ലയോ? എന്തായാലും ഒന്ന് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് വന്നൊക്കെ എന്നോട് പറയണേ. നിങ്ങളുടെ ഇപ്പൊ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഓറഞ്ച് തൊലി എന്ന് പറയുന്നതും ഓറഞ്ച് നീരും. എന്തായാലും ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് വന്ന് പറയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഓറഞ്ച് തൊലി എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഉപയോഗിക്കാൻ പറ്റും. ഓറഞ്ച് നീരാണെങ്കിലും ഒക്കെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്തായാലും നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.